കിട്ടുന്ന പാഠം, ആ ആയത്ത് അല്ലെങ്കിൽ ഹദീസ് അത് അറിയിക്കുന്ന കാര്യം, അതാണ് ദലാലത്ത്. ദലാലത്ത് ഇതേപോലെ രണ്ടെണ്ണുണ്ടാകാൻ വകുപ്പുണ്ടോ? ഉണ്ടാവോ? ഉണ്ടാവും. ഖത്ഇയ്യു ദലാല, അതേപോലെ ളന്നിയ്യു ദലാല. ഖത്ഇയ്യു ദലാല ഒരു സംശയമില്ല, അക്കാര്യം അത് തന്നെയാണ്. ഖുൽ ഹുവ അല്ലാഹു അഹദ്, പറയുക അല്ലാഹു ഏകനാകുന്നു. ഒരു സംശയം പറയാൻ ആ ആയത്തിൻ്റെ അർത്ഥം അതന്നെയാണോ, ആ ആയത്തിൻ്റെ ആശയം അങ്ങനെ തന്നെയാണോ? ആർക്കും ഒന്നും സംശയിക്കാനില്ല, വ്യക്തമായി പഠിപ്പിച്ചു. അതൊന്നാണ് ളന്നിയ്യു ദലാല, ഖത്ഇയ്യു ദലാലത്താണ്. അപ്പം ആ ആയത്ത് ഖത്ഇയ്യു സുബൂത്തുമാണ്, ഖത്ഇയ്യു ദലാലത്തുമാണ്. മനസ്സിലാണ്ടല്ലോ? അല്ലാഹ് പറഞ്ഞതും ഉറപ്പാണ്, പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്, അതും ഉറപ്പാണ്. എന്നാൽ ഖുർആനിൽ തന്നെ എന്തുണ്ടാവാം? ളന്നിയ്യു ദലാലത്തുണ്ടാവാം. ഖുർആനിലെ ആയത്ത്, ആ ആയത്തിന് അർത്ഥം ഇങ്ങനെയാണെന്ന് ഒരു കൂട്ടർ പറയും, അല്ല അങ്ങനെയാണ് മറ്റൊരു പറയും. ആയത്താണോ അല്ലേ തർക്കമുണ്ടോ? ഇല്ല. ആ ആയത്തിന് തെളിവാണോ തെളിവല്ലേ? തർക്കമുണ്ടാവും. അപ്പം ദലാലത്ത് ഖത്ഇയ്യല്ല, ദലാലത്ത് ളന്നിയ്യാണ്. അപ്പം ചിലപ്പോൾ അങ്ങനത്തെ ആയത്ത് അല്ലെങ്കിൽ ഹദീസ്, ആ ഹദീസ് വരുമ്പോൾ ഒരു കൂട്ടർ പറയുമ്പോൾ ആ ഹദീസിന് തെളിവാകുന്നു. പറഞ്ഞുതരാം, ഉദാഹരണം പറഞ്ഞുതരാം. വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂഅ്, ഖുർആനിൽ ഉപയോഗിച്ച പ്രയോഗമാണ്. ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ 3 ഖുർആ കാലം കാത്തിരിക്കണം. ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ 3 ഖുർആ കാലം കാത്തിരിക്കണം. ഖുർആ എന്ന വാക്കിന് ശുദ്ധി എന്നർത്ഥമുണ്ട്, അതേപോലെ അശുദ്ധി എന്നും അർത്ഥമുണ്ട്. ഖുർആൻ എന്ന വാക്കിന് ശുദ്ധി എന്നർത്ഥമുണ്ട്, അശുദ്ധി എന്നും അർത്ഥമുണ്ട്. അവർ കാത്തിരിക്കണം. സലാസത്ത ഖുറൂഅ്, 3 ഖുർആ കാലം കാത്തിരിക്കണം. ഒരു അർത്ഥം വെക്കും 3 ശുദ്ധികാലം കാത്തിരിക്കണം, മറ്റൊരു പറയും അല്ല 3 അശുദ്ധികാലം കാത്തിരിക്കണം. രണ്ടും വ്യത്യാസം ഉണ്ടാവോ? വ്യത്യാസം ഉണ്ടാവും. ത്വലാഖ് ചെല്ലിയപ്പോഴാ? ശുദ്ധികാലത്ത്. ശുദ്ധികാലത്തെ ത്വലാഖെല്ലാം പറ്റുള്ളൂ. അപ്പോൾ ത്വലാഖ് ചെല്ലിയതിന് ശേഷം ഒരു അശുദ്ധി ഉണ്ടായി, ശുദ്ധിയായി, അപ്പോൾ ഒരു ഖുർആയി. രണ്ടാമത്തെ അശുദ്ധി ഉണ്ടായി, ശുദ്ധിയായി, രണ്ടാമത്തെ ഖുർആയി. മൂന്നാമത്തെ അശുദ്ധി ഉണ്ടായി, ശുദ്ധിയായി, അപ്പം 3 ഖുർആയി. അപ്പം മൂന്നാമത്തെ ഹൈദ് കഴിഞ്ഞ് ശുദ്ധിയാകുമ്പോഴാണ് ഇദ്ദ അവസാനിക്കുക. ഖുർആന് ശുദ്ധി അർത്ഥം വെച്ചാൽ. ഖുർആന് അശുദ്ധി അർത്ഥം വെച്ചാലോ? മൂന്നാമത്തെ അശുദ്ധി ആരംഭിച്ചാൽ ഇദ്ദ കഴിഞ്ഞു. മൂന്നാമത്തെ ഹൈദ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദ അവസാനിച്ചു, ഇനി ശുദ്ധിയാകാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മറ്റു പ്രകാരമോ ആ ഹൈദും കഴിഞ്ഞ് ശുദ്ധിയാകണം. അപ്പം അതിന് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഒരാൾ മൂന്നാമത്തെ ഹൈദ് കാലത്ത് തിരിച്ചെടുത്തു, തലാഖ് ചെല്ലിയ പെണ്ണിനെ മൂന്നാമത്തെ ഹൈദ് കാലത്ത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലേ. 3 അശുദ്ധികാലം എന്നർത്ഥം വെച്ച് കഴിഞ്ഞാൽ, 3 അശുദ്ധികാലം എന്നർത്ഥം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കാലത്ത് തിരിച്ചെടുത്താൽ പറ്റൂല. മനസ്സിലായോ? സലാസത്ത് ഖുറൂ എന്ന് പറഞ്ഞാൽ 3 അശുദ്ധികാലം എന്ന അർത്ഥം വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഹൈദ് ആരംഭിച്ചതോടുകൂടി ഇദ്ദ കാലാവധി കഴിഞ്ഞു. അപ്പം മൂന്നാമത്തെ ഹൈദിൽ പ്രവേശിച്ചതിന് ശേഷം അവൻ്റെ ഭാര്യയെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുമോ? പറ്റൂല. ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസം തന്നെ എങ്ങനെ അവർക്ക് ഇത് പറഞ്ഞത്? എന്തുകൊണ്ട് ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസം വരുന്നു? അപ്പം ഖുർആനിൽ അശുദ്ധികാലം അർത്ഥം വെച്ചിരുന്ന ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് കേസെത്തി, ഭാര്യയെ തലാഖ് ചൊല്ലി, മൂന്നാമത്തെ ഹൈദിൽ ഇന്നലെ തുടങ്ങി, ഇന്ന് പോകാൻ പറഞ്ഞു, ഞാൻ തിരിച്ചെടുത്തു പറഞ്ഞു. ആ പണ്ഡിതൻ എന്ത് പറയും? തിരിച്ചെടുക്കാൻ വകുപ്പില്ല, ഇദ്ദ കഴിഞ്ഞു. മൂന്നാമത്തെ അശുദ്ധി ആരംഭിച്ചുകൂടി ഇദ്ദ കഴിഞ്ഞു, ഇനി തിരിച്ചെടുത്തിട്ട് കാര്യമില്ല. അപ്പം ഇനി അവൻ്റെ ഭാര്യ ആകുമോ? ഇല്ല. ഇനി ഒരു ഒപ്പം ജീവിച്ചാലോ? ഹറാമായി. അതാണ് ശരിയെങ്കിൽ ആ സമയത്ത് തിരിച്ചെടുക്കുന്ന മനുഷ്യന്മാർക്ക് ചെയ്യുന്നത് പിന്നെ ഹറാമായ കാര്യമാണ്. ഇനി അത് ശരിയല്ലെങ്കിലോ? ന്യായമായി ഭാര്യയായ ഒരാളെ ഭാര്യയല്ലാന്ന് വിധി എഴുതി അന്നയാക്കി ഇവൻ തള്ളുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു എൻ്റെ തിരിച്ചെടുക്കാൻ പറ്റൂല. അങ്ങനെ ഓരമ്മ പിരിഞ്ഞു,
അതോടെ കഴിഞ്ഞു, ഇനി നിവൃത്തില്ല. ശരിക്ക് ഹക്ക് മറ്റതായിരുന്നുവെങ്കിലോ അവൻ്റെ ഭാര്യ ആവേണ്ട ഒരു പെണ്ണിനെ ഇവൻ്റെ ഒരു സൂക്ഷ്മതക്കുറവ് കൊണ്ട് ഭാര്യയല്ലാതാക്കി മാറ്റി, അന്യയാക്കി ഒഴിവാക്കി. അപ്പോൾ രണ്ടും ഗൗരവമാണ്. ഇവിടെ ലൊന്നയുദ്ധലാലത്താണ്. ഖുർആൻ എന്ന വാക്ക് ഇവിടെ ലൊന്നയുദ്ധലാല. അപ്പോൾ ഇവിടെ രണ്ടർത്ഥത്തിലും സാധ്യതയുണ്ട്. ഏറി വന്നാൽ നമുക്ക് പറയാം രണ്ടർത്ഥം വെച്ചാലും ശരിയാണ്. അപ്പോൾ ഏതർത്ഥമാണ് മുന്തിക്കുക? അതിന് ചില നിയമങ്ങളുണ്ട്. ഒരു വാക്കിന് രണ്ടർത്ഥമുണ്ടെങ്കിൽ ഏതിനെ മുന്തിക്കും, ഒരു വാക്കിന് പല അർത്ഥമുണ്ടെങ്കിൽ ഏതിനെ മുന്തിക്കും. ലാഹിറായ മഅന, അതേപോലെ പിന്നെ ഖഫിയായ മഅന, മർജൂഹായ മഅന എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തമായ അർത്ഥങ്ങൾ വരും. ഒരു പദം ഉപയോഗിക്കുമ്പോൾ ആ പദത്തിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടാകും. പ്രത്യക്ഷാർത്ഥമുണ്ടാകും, പരോക്ഷാർത്ഥമുണ്ടാകും, ബാഹ്യാർത്ഥമുണ്ടാകും, അതേപോലെ ആന്തരികാർത്ഥമുണ്ടാകും. അപ്പം ബാഹ്യാർത്ഥമാണ് പ്രഥമദൃഷ്ട്യ ഉദ്ദേശിക്കപ്പെടേണ്ടത്. ബാഹ്യാർത്ഥം ഉദ്ദേശിക്കാതെ മറ്റർത്ഥത്തിലേക്ക് പോകണമെങ്കിൽ തെളിവ് വേറെ വേണം. ഉപയോഗിച്ചൊരു വാക്കിന് ബാഹ്യാർത്ഥത്തിലല്ലാതെ മറ്റൊരർത്ഥം വെക്കണമെങ്കിൽ തെളിവ് വേണം. ഒന്ന്, ഈ അർത്ഥമല്ല ഉദ്ദേശം, മറ്റേ അർത്ഥമാണ് എന്ന് തെളിഞ്ഞ് കിട്ടണം. അല്ലെങ്കിൽ ബാഹ്യാർത്ഥം ഉദ്ദേശിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടാകണം. അതിന് 3 നിയമമുണ്ട്, അപ്പോൾ അത് വെക്കാൻ പറ്റുള്ളൂ. ഒന്ന്, ബാഹ്യാർത്ഥം ഉദ്ദേശിക്കാൻ വകുപ്പുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ബാഹ്യാർത്ഥത്തിൽ തെറ്റ് മറ്റേക്ക് പോകണമെന്ന് തെളിവ് കിട്ടണം. 3, ഈ വാക്കിന് ആ അർത്ഥം ഉണ്ടാവുകയും വേണം. അർ-റഹ്മാൻ അലൽ അർശിസ്തവ, റഹ്മാനായ റബ്ബ് അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഇസ്തവ എന്ന് പറഞ്ഞാൽ ഉപവിഷ്ടനായി എന്നാണ് വാക്കർത്ഥം. അശ്ശരികൾ പറഞ്ഞു ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തൗല, ആധിപത്യം ചെലുത്തി എന്ന അർത്ഥം വെക്കണം. കാരണം ഇസ്തവക്ക് ലാഹിറായ അർത്ഥം വെക്കാൻ പറ്റൂല. ലാഹിറായ അർത്ഥം എന്താണ്? ഇസ്തവ ഉപവിഷ്ടനായി. അത് അള്ളാഹിനെ പറ്റി പറയാൻ പാടില്ല. അതുകൊണ്ട് ആ അർത്ഥം വെച്ചുകൂടാ, മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പം അവിടെ ഈ വിഷയമാണ്. ലാഹിറായ അർത്ഥം വെക്കാതെ മറ്റൊന്നിലേക്ക് പോകണമെങ്കിൽ ഒന്ന്, ലാഹിറായ അർത്ഥം വെക്കാൻ തടസ്സം വേണം. തടസ്സം എന്താ പോലും പറഞ്ഞത്? ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ പോലെയായി. അത് അള്ളാഹുവിനെ സൃഷ്ടിയോട് തുല്യപ്പെടുത്തലാണ്, അത് കുഫ്റാണ്. അതുകൊണ്ട് ആ അർത്ഥം വെക്കാൻ പറ്റൂല. അപ്പം മറ്റൊരുത്തേക്ക് പോയേ പറ്റുള്ളൂ. അപ്പം അതുണ്ടോ ഇല്ലേ നോക്കണം. അതുണ്ടെന്നാണെങ്കിൽ ഇസ്തൗല അർത്ഥം വെച്ചാലും അതേ പ്രശ്നം വരും. ഇസ്തൗലാനാലും ആധിപത്യം നേടിയതാണ്. അപ്പോഴേ അതേ സംശയപ്പെടും പറഞ്ഞൂടെ, സൃഷ്ടികളെ പോലെ എന്ന് പറഞ്ഞൂടെ, ഏത് പറഞ്ഞാലും പറയാലോ. അതുകൊണ്ട് ആ ന്യായമല്ല. 2, ഈ വാക്കിന് മറ്റേ അർത്ഥം ഉണ്ടാവണം. ഇസ്തവ എന്നതിന് ഇസ്തൗല എന്ന അർത്ഥമുണ്ടോ അറബിയിൽ? ഇല്ല. ഇസ്തവ എന്ന പദത്തിന് അറബി ഭാഷയിൽ ഇസ്തൗല, ആധിപത്യം നേടി എന്ന അർത്ഥമില്ല. അപ്പം ഇനി മറ്റേ അർത്ഥം വെക്കാൻ പറ്റില്ല എന്ന് വന്നാൽ പോലും ഈ അർത്ഥത്തിലേക്ക് പോകാൻ വകുപ്പില്ല. ഈ അർത്ഥം ബാത്തിലാണ്, ഇല്ലാത്ത അർത്ഥമാണ്. അതുകൊണ്ടും അത് ശരിയല്ല. അപ്പോൾ ഒരു വാക്ക് വന്നാൽ അതിൻ്റെ ബാഹ്യാർത്ഥമാണ് ഉദ്ദേശിക്കപ്പെടേണ്ടത്, ഹഖീഖിയായ അർത്ഥം, യഥാർത്ഥ അർത്ഥം. ഇനി ഹഖീഖിയായ അർത്ഥത്തിന് 3 എണ്ണം വരാം. ഹഖീഖിയായ അർത്ഥം 3 എണ്ണം വരാം. ഒന്ന്, ഭാഷാപരമായി ഉപയോഗിക്കുന്ന അർത്ഥം. അറബികൾ ആ പദം കേട്ടാൽ അവർക്ക് ആദ്യമായി മനസ്സിലേക്ക് ഓടി വരുന്ന അർത്ഥം. ഇപ്പം മലയാളമാണെങ്കിൽ മലയാളികൾ കേട്ടാൽ പോലും എന്താണോ മനസ്സിലാക്കുക, അതാണ് അതിൻ്റെ ഹഖീഖത്ത്. അത് ഹഖീഖ ലുഗവിയ്യ, ഭാഷാപരമായ ഹഖീഖത്ത്. 2, ഹഖീഖ ഉർഫിയ്യ എന്ന് പറയും, ഒരു നാട്ടിലുള്ള ഹഖീഖത്ത്. ആ നാട്ടിൽ ആ വാക്ക് പറഞ്ഞാൽ കേൾക്കുന്നവന് ആദ്യം മനസ്സിലാവേണ്ട അർത്ഥമുണ്ട് എങ്കിൽ ആ നാട്ടിൽ നിന്ന് പ്രയോഗിക്കുമ്പോൾ ആ അർത്ഥമാണ് അവിടെ കൽപ്പിക്കപ്പെടേണ്ടത്. ആ നാട്ടിൽ നിന്ന് പ്രയോഗിച്ചാൽ ആ അർത്ഥം കൽപ്പിക്കപ്പെടണം. വേറെ നാട്ടിൽ പോയി പറയുമ്പോൾ അത് വേറെ. അപ്പം അവിടെ ഹഖീഖ ഉർഫിയ്യ. ഇനി ഹഖീഖ ശർഇയ്യ, ശരീഅത്ത് ആ വാക്കിന് അർത്ഥം കൊണ്ടുവന്നു. എന്നാൽ പിന്നെ ശരീഅത്ത് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ അർത്ഥമാണ് പറയാം. ഉദാഹരണം, ഹയ്യ അലസ്സലാഹ് എന്ന് പറഞ്ഞു. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നർത്ഥമുണ്ട്, അനുഗ്രഹം എന്നർത്ഥമുണ്ട്. അപ്പം പ്രാർത്ഥന, അനുഗ്രഹം അതൊക്കെ എന്താണ്? ഭാഷാപരമായ അർത്ഥമാണ്. പ്രാർത്ഥിക്കാൻ വരൂ എന്നർത്ഥം വെക്കാമോ ഹയ്യ അലസ്സലക്ക്? പറ്റും. പക്ഷേ പള്ളിയിലെ ഹയ്യ അലസ്സല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വരൂ എന്നർത്ഥം. കാരണം ശരീഅത്ത് സ്വലാത്ത് എന്ന വാക്കിന് കൊടുത്ത അർത്ഥമാണ് നിസ്കാരം. അതുകൊണ്ട് ശരീഅത്തിൻ്റെ ഭാഷയിൽ
സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ഉദ്ദേശിക്കപ്പെടുക നിസ്കാരമാണ്. അവിടെ ഭാഷാർത്ഥം നോക്കൂല. ഒരു നാട്ടിൽ പഠിച്ച സ്വലാത്തിന് വേറെ അർത്ഥം ഉണ്ടാവും. ഒരു നാട്ടിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അർത്ഥം ഇപ്പോൾ സക്കാത്ത് സംസ്കരണം ശുദ്ധീകരണം എന്നാണ് ഭാഷാർത്ഥം. എന്നാൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ സക്കാത്ത് എന്നാലോ സമ്പത്ത് നിശ്ചിതമായ അളവിലേക്ക് എത്തിയാൽ, നിശ്ചിതമായ സമയമായാൽ, നിശ്ചിതമായ ശതമാനം നിശ്ചിതമായ ആളുകൾക്ക് നൽകുക, അതാണ് സക്കാത്ത്. ഇഖ്റാജു നസീബിൻ മഖ്സൂസിൻ മിൻ മാലിൻ മഖ്സൂസിൻ ഫീ സമനിൻ മഖ്സൂസിൻ ലി അഹദിൻ മഖ്സൂസിൻ. സമ്പത്ത് നിശ്ചിത അളവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നിശ്ചിതമായ സമയമായാൽ, നിശ്ചിതമായ ശതമാനം നിശ്ചിതമായ ആളുകൾക്ക് കൊടുക്കുക. അപ്പോഴേ സക്കാത്താവുള്ളൂ. എൻ്റെ സക്കാത്ത് എൻ്റെ വാപ്പാക്ക് കൊടുത്തു പറഞ്ഞാൽ സക്കാത്താവൂല. നിശ്ചിതമായ ആൾക്കാരെ കൊടുക്കണം. സക്കാത്ത് നിശ്ചിതമായ ശതമാനം കൊടുക്കണം. 2.5%, 2.5, 5 5 എത്രയെങ്കിലും കൊടുക്കുക. നിശ്ചിതമായ സമയത്ത് കൊടുക്കണം. നിശ്ചിതമായ സമ്പത്ത് തന്നെ നൽകണം. അതാണ് സക്കാത്ത്. അപ്പം നിങ്ങൾ സക്കാത്ത് നൽകുവീൻ എന്ന് പറഞ്ഞാൽ സംസ്കാരം നൽകുവീൻ എന്നല്ല അർത്ഥം. നിങ്ങൾ സമ്പത്ത് ഒരു കൊല്ലം തികഞ്ഞാൽ ഇത്ര അളവുണ്ടെങ്കിൽ ഇത്ര ശതമാനം ഇന്ന ആളുകൾക്കൊക്കെ കൊടുക്കുവീൻ എന്നാണ് അർത്ഥം. ആ അർത്ഥം എവിടെ നിന്ന് കിട്ടി? അത് ശരീഅത്തിൻ്റെ അർത്ഥമാണ്, ശാരിഅ് നിശ്ചയിച്ച അർത്ഥമാണ്. അപ്പോൾ ഓരോ വാക്കിലും വ്യത്യസ്ത ഹഖീഖത്തുണ്ടാകും. ശരീഅത്തിൻ്റെ അസുലാണ് ഖുർആനും ഹദീസും. അതുകൊണ്ട് ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കുമ്പോൾ ശരീഅത്തിൻ്റെ ഭാഷക്കാണ് ഒന്നാം സ്ഥാനം. നാട്ടിലെ അർത്ഥം വേറുണ്ട്, ഭാഷ വേറെ അർത്ഥമുണ്ട്. അതല്ല, ശാരിഅ് ഉപയോഗിച്ച വാക്ക് ശാരിഇൻ്റെ അർത്ഥതലത്തിന് പ്രാമുഖ്യം നൽകണം. അവിടെയൊക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഈ ദലാലത്ത്, അപ്പം ദലാലത്ത് അവിടെയൊക്കെ ലൊന്നിയാകും. അപ്പം ഖുർആനിൽ തന്നെയും ദലാലത്ത് ലൊന്നിയുണ്ടാവും, ഖത്ഈ ഉണ്ടാവും. ഹദീസിലും ദലാലത്ത് ലൊന്നിയുണ്ടാവും, ഖത്ഈ ഉണ്ടാവും.